എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ ഇടപെടാം. എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നു. ഈ നമ്പർ വിളിച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ലഭിക്കും. കൺട്രോൾ റൂമിലെത്തിയാൽ അത് ആ വിളി എന്നിലേക്ക് വരും. ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484283050 0484283050. അതേപോലെ ദൃശ്യങ്ങളും ഒക്കെ അയക്കാനൊരു വാട്സപ്പ് നമ്പർ കൂടിയുണ്ട്: 6235968937 6235968937. ഇത് കൂടാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ 24 ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ കമൻറ്റുകൾ അവിടെ ഇടാം. ആ കമൻറ്റുകളും നിങ്ങളുടെ വിളികളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ, ഒരു വാർത്താ മണിക്കൂർ. അപ്പോൾ നിങ്ങളുടെ പ്രതികരണ വേദി കൂടിയാണിത്. അപ്പോൾ ഒരുപക്ഷെ മലയാള ടെലിവിഷനിൽ ഇത്രയും വലിയൊരു പ്രതികരണ വേദി വേറെയില്ല. അതൊരു തള്ളലല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങളുടെ വിളികളും ഒക്കെയായിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ഏവർക്കും സ്വാഗതം. ഇന്ന് കർണാടകത്തിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായുള്ള അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങും എത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ തെരച്ചിൽ വീണ്ടും നീണ്ടുപോകുമെന്നാണ് അവിടെ നിന്ന് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. ഈ മാസം 22-ന് മാത്രമേ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ട്രഡ്ജർ എത്തിക്കാൻ കഴിയൂ എന്നാണ് ട്രഡ്ജിങ് കമ്പനിയുടെ പ്രതികരണം. ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴയാണ് മറ്റൊരു വെല്ലുവിളി. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഗംഗാവാലിയിൽ മഴ ഇന്ന് ഇടയ്ക്കിടെ കുറച്ച് കുറവുണ്ടായിരുന്നു, അടിയൊഴുക്കും കുറവുണ്ടായിരുന്നു. കാലാവസ്ഥ കുറച്ച് അനുകൂലമാണോ എന്ന് ചോദിച്ചാലാണ്. എന്നാൽ ഇടയ്ക്കിടെ മഴയുണ്ട് താനും. ഷിരൂരിൽ നിന്ന് ഈ റിപ്പോർട്ട്. ആഴങ്ങളിൽ കണ്ടെത്തിയ അടയാള സൂചനകളുടെ ചുവട് പിടിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത്. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ലോറിയുണ്ടോ എന്ന് ഉറപ്പിക്കാനായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ഈശ്വർ മാൽപേക്കും നേവിക്കുമൊപ്പം NDRFന്റെ 2 ഡൈവർമാരും ഇന്ന് ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. എന്നാൽ പുഴയുടെ അടിത്തട്ടിലെ കാഴ്ചാപരിമിതിയും മൺകൂനയും ദൗത്യത്തിന് വീണ്ടും വെല്ലുവിളിയായി. ഈ വെള്ളത്തിൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു നിരാശയായി. എന്നാ പറഞ്ഞാൽ ഈ കീഴെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ഫിഷ് കിട്ടില്ല. വെള്ളമെല്ലാം റെഡായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തേടുന്ന സമയത്തിൽ 3 കമ്പി പീസ് കിട്ടി. അത് 3 ബണ്ണിൻ്റെ. ദൗത്യത്തിന് വെല്ലുവിളിയായി വീണ്ടും മഴയെത്തി. ഒപ്പം രൗദ്രഭാവം വീണ്ടെടുത്ത് ഗംഗാവലിയിൽ കുത്തൊഴുക്കും. മാർക്ക് ചെയ്ത സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാൻ തിങ്കളാഴ്ചയോടെ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡ്രഡ്ജർ എത്താൻ കുറഞ്ഞത് 5 ദിവസമെങ്കിലും എടുക്കുമെന്ന് കാരവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. No, we have to give minimum 10 days work because we have to, that may be required for 3 days, but we have to remove that island also because the river should not take diversion from this roadside. Again, it should not collapse. ഷിരൂരിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ദൗത്യത്തിന് തടസ്സമാകുമോ എന്ന ആശങ്കയിലാണ് ദൗത്യസംഘം. ടീം 24 ഷിരൂർ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നാവികസേനയുടെ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു. എന്നാൽ അതേസമയം റഫ് ടെറൈൻ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോഴും ഈശ്വർ മാൽപേ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുന്നുവെന്നാണ് നമ്മുടെ വാർത്താ സംഘം അറിയുന്നത്. ശ്രീനാഥ് ചന്ദ്രനും അതുപോലെ അരുൺ പൂപ്പറമ്പയും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഷിരൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ആദ്യം. ശ്രീനാഥ്, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SK ഇപ്പോൾ ഈശ്വർ മാൽപേ സംഘം പുഴയിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അരുൺ പൂപ്പറമ്പ ആ മേഖലയിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടുത്തെ ഈ തത്സമയമുള്ള വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഏതായാലും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ നടത്തുന്ന തെരച്ചിലിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് അർജുനിലേക്ക് എത്തണമെങ്കിൽ, അർജുൻ്റെ ലോറിയിലേക്ക് എത്തണമെങ്കിൽ അതിന് വലിയ തടസ്സമായി നിൽക്കുന്നത് മണ്ണാണ്. പുഴയുടെ അടിത്തട്ടിൽ ഇങ്ങനെ മല പിളർന്ന് വന്ന് അടിഞ്ഞ മണ്ണ് അത് വലിയ തോതിലുണ്ട്. ഇന്നിപ്പോൾ ഈശ്വർ മാൽപേ താഴെ പോയപ്പോഴും അദ്ദേഹവും പറഞ്ഞത് ഇന്ന് ആ
ആ ലോറിയിലേക്ക് എത്താനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഞങ്ങൾ നടത്തിയില്ല. അതിനപ്പുറത്തേക്ക് ഒരു തെരച്ചിൽ ആ മേഖലയിൽ നടത്തുകയും അവിടെയുള്ള മരങ്ങളും മറ്റും നീക്കാനുള്ള നടപടികൾ, ക്രെയിൻ ഉപയോഗിച്ച് മാറ്റാനുള്ള നടപടികളാണ് ഞങ്ങൾ ചെയ്തതെന്നാണ്. അതായത് ഡ്രഡ്ജർ എത്തിച്ച് മണ്ണ് മാറ്റാതെ ഇനി യഥാർത്ഥത്തിൽ ഒരു കാര്യമായ പുരോഗതി ഈ തെരച്ചിലിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത് ബോധ്യപ്പെട്ടതാണ്. അങ്ങനെയാണ് ഗോവ പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിയെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷിപ്പിംഗ് കമ്പനിയെ ഇത് എത്തിക്കാനുള്ള ചുമതലയും ഈ കർണാടക സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാൽ കർണാടകയിലെ കാർവാറിലെ MLA നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 ദിവസത്തിനകം ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തിങ്കളാഴ്ചക്കകം എന്തായാലും എത്തും എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഷിപ്പിംഗ് കമ്പനിയുമായി നമ്മൾ നേരിട്ട് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് 22-ാം തീയതിയെങ്കിലും ആകും ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കാൻ, അതിവേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നതല്ല. ഇതിന് ചില നടപടിക്രമങ്ങൾ സാങ്കേതികമായി അവർക്ക് മുന്നിലുണ്ട്, തടസ്സങ്ങളുണ്ട് എന്നതാണ് അവർ പറയുന്നത്. MLA പറയുന്നത് പ്രകാരം ഡ്രഡ്ജർ നേരിട്ട് ഇങ്ങോട്ട് അതേപടി കൊണ്ടുവരുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്, പാലങ്ങളുണ്ട്, അതൊക്കെ മറികടന്ന് അതിങ്ങോട്ട് എത്തിക്കുന്നതിന് ഏതായാലും ബുദ്ധിമുട്ടുകളുണ്ട്. അതും എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എത്തി നിൽക്കുന്നത്. ഇത് ആ ഡ്രഡ്ജറിനെ പൂർണ്ണ രൂപത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഇവിടെ എത്തിച്ചതിന് ശേഷം പിന്നീട് അത് അസംബിൾ ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവരണം എന്നതാണ്. അതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുക. ഏതാണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചയ്ക്ക് അടുത്തേക്ക് ഡ്രഡ്ജർ എത്തിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഈ കമ്പനി നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. MLA പറയുന്ന മറ്റൊരു കാര്യം, ഡ്രഡ്ജർ എത്തിച്ച് നേരെ അർജുൻ്റെ ലോറി ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ അവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുകയില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പുഴയുടെ ഏതാണ്ട് നടുഭാഗത്ത് വലിയ മണൽക്കൂനകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ആദ്യം ഒഴിവാക്കിയില്ലെങ്കിൽ ഈ പുഴ ഇങ്ങനെ ഗതിമാറി ഒഴുകുന്ന സാഹചര്യം അത് തടയേണ്ടതുണ്ട്. അതിന് ആ മൺകൂനകൾ മാറ്റേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ അതായിരിക്കും ഈ പരിഗണന നൽകുക എന്നതാണ് കാർവാർ MLA സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും നടപടിക്രമങ്ങൾ അത്തരത്തിലാണ്. ഡ്രഡ്ജർ എത്തിച്ചാലാണ് യഥാർത്ഥത്തിൽ കാര്യക്ഷമമായ ഈ ലോറിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ നിലവിൽ മനുഷ്യസാധ്യമായ തെരച്ചിലിനുള്ള പരിമിതികളെയൊക്കെ തന്നെ യന്ത്രസഹായം കൊണ്ട് മറികടക്കാൻ വേണ്ടി സാധിക്കുക. അത് ഇനിയും ഏറെ വൈകാതെ നടക്കണം. MLA പറയുന്നത് പോലെയാണെങ്കിൽ ഒരു 3 ദിവസത്തിനകം എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് അത്രയും നല്ലത്. എത്ര വേഗം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലത്. അതിനുള്ള ശ്രമങ്ങളാണ് അതിവേഗത്തിൽ നടക്കേണ്ടത്. അതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മെസ്കേൻ. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് ഷിരൂരിൽ നിന്നും ചേർന്നത്. ഷിഹാബ് CK യൂട്യൂബിൽ ഒരു സന്ദേശം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വാഹനം മൺകൂനയ്ക്കുള്ളിലാണ് സാർ. അത് നമുക്ക് എങ്ങനെ അറിയാം? അവിടെ ഈശ്വർ മാൽപ്പെ പോലും അത് പറയുന്നില്ല. ഇനി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയാലേ ഈ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയൂ. അരുൺ പൂപ്പറമ്പ കൂടി ഗംഗാവലി പുഴയ്ക്കരിയിൽ നിന്ന് നമുക്കൊപ്പം ശരിയാണ്. അരുൺ പൂപ്പറമ്പ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ പറഞ്ഞതുപോലെ അവിടെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ടോ? SKN പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ തുടർന്ന്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ശക്തമായ മഴ പെയ്തിരുന്നു. പക്ഷേ ഏറെ നേരം ആ മഴ നീണ്ടു നിന്നില്ല. അല്പസമയം മഴ ശക്തമായി പെയ്ത് പിന്നീട് മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നേവി പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് ഇന്ന് നേരത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം എന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ദൗത്യമാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള പോയിന്റിലാണ് നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ദൗത്യം പുരോഗമിക്കുന്നത്. അതിനായി ഈ റഫ് ടെറൈൻ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പുഴക്കടിത്തട്ടിലുള്ള മരം മുകളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേരത്തെ ഒരു മരത്തിൻ്റെ ഭാഗം ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറ്റിയിരുന്നു. അതായത് ഈശ്വർ മാൽപ്പെ പുഴയുടെ അടിത്തട്ടിൽ അദ്ദേഹം മുങ്ങി ആ മരം, കൃത്യമായ മരത്തിൽ ഈ റോപ്പ് ഹുക്ക് ചെയ്യും. അതിനുശേഷം ആ റോപ്പ് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ മരത്തിൻ്റെ ഭാഗങ്ങളെ വലിച്ചു മുകളിലേക്ക് കയറ്റുന്ന ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതിൻ്റെ ഈ മലയുടെ മുകളിൽ ഭാഗത്തുണ്ടായിരുന്ന മരങ്ങൾ, ഈ ആൽമരം ഉൾപ്പെടെ ഈ നിലവിൽ ഈ ഗംഗാവലി പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട്. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്തും പുഴക്കടിത്തട്ടിൽ മരങ്ങളുണ്ട് എന്നതാണ് അത് ഈശ്വർ മാൽപ്പെ തന്നെ വ്യക്തമാക്കിയതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ മരത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി ഇപ്പോൾ ആ ഹുക്ക് ചെയ്ത ആ മരത്തിൻ്റെ ഭാഗം കൂടി ഇപ്പോൾ മുകളിലെ കരയോടടുത്ത് എത്തിയിരിക്കുകയാണ്. അത് വലിച്ചു കയറ്റുന്ന ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കരയുടെ ഭാഗത്ത് ആ ക്രെയിനിൻ്റെ ദൃശ്യങ്ങൾ കൂടി SKN നമുക്ക് കാണാം. 2 ക്രെയിനുകളാണ്. അതിലൊന്ന് അല്പം വലിയ ക്രെയിനുകളാണ്. കുറച്ചുകൂടി ആഴത്തിൽ ഇത്തരം സാധനങ്ങൾ, വസ്തുക്കളൊക്കെ ഹുക്ക് ചെയ്ത് വലിച്ച് ഉയർത്താൻ സാധിക്കുന്ന റഫ് ടെറൈൻ ക്രെയിനാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാൽപ്പെ സംഘത്തിലുള്ളവരാണ് അതിൽ പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി ഇത്തരം വസ്തുക്കൾ, അതായത് ഈ മരം ഭാഗങ്ങളിലെല്ലാം
ഇത്തരത്തിൽ റോപ്പ് ഹുക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് എത്തിക്കുന്നു. ആ ദൗത്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറെ നേരം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഇരുട്ട് മൂടുന്നുണ്ട്. ഈ വെളിച്ചം പോയി കഴിഞ്ഞാൽ ഈ ദൗത്യവും അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ന് കാര്യമായി നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആദ്യഘട്ടത്തിൽ ചില ലോഹഭാഗങ്ങളൊക്കെ ഈ പുഴയിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ പോലും നിലവിൽ നാവികസേന തന്നെ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയെങ്കിൽ പോലും അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ കാണാതായിട്ടുള്ള ടാങ്കർ ലോറിയുടെ ഭാഗമാകാം എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ SKN ആ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ കാണാം. ആ റോപ്പ് പുഴയുടെ അടിത്തട്ടിലേക്ക് നീണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഈശ്വർ മാൽപേ മൂന്നാമതൊരു വസ്തുവിൽ കൂടി അദ്ദേഹം ഹുക്ക് ചെയ്തിട്ടുണ്ട്. അത് മരമാണോ അല്ലെങ്കിൽ നേരത്തെ ഈശ്വർ മാൽപേ ഉച്ചയ്ക്ക് തെരച്ചിൽ താൽക്കാലികമായി നിർത്തി പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വലിയ ലോഹഭാഗം അദ്ദേഹത്തിന് ദൃശ്യമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നാവികസേന സ്പോട്ട് ചെയ്തിട്ടുള്ള അതേ ആ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവിലാണോ അദ്ദേഹം ഇപ്പോൾ ഈ മൂന്നാമത് ഹുക്ക് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും. അദ്ദേഹം 2 തവണയായി മരത്തിൻ്റെ ഭാഗങ്ങൾ, അവിടെ അടിത്തട്ടിലുണ്ടായിരുന്ന തടസ്സമായി, ഈ ദൗത്യത്തിന് വലിയ തടസ്സമായി നിന്ന മരത്തിൻ്റെ ഭാഗങ്ങളാണ് വലിച്ചു ഈ റോപ്പ് ഉപയോഗിച്ച്, ഈ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് നിലവിൽ മുകളിലേക്ക് കയറ്റി. അതിന് തത്സമയ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈശ്വർ മാൽപേ പുഴയിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മാൽപേ സംഘവും അദ്ദേഹത്തിനൊപ്പമുണ്ട്. മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് നേരത്തെ തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ ദൗത്യത്തിൽ SKN ഇപ്പോൾ വളരെ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള വലിയ മൺകൂനയും അതോടൊപ്പം തന്നെ വലിയ കല്ലുകളൊക്കെയാണ്. അത് നീക്കം ചെയ്യാതെ ഇത് ഈ വലിയൊരു ഡീപ്പ് ഡൈവിംഗ്, അതായത് ഇപ്പോൾ സ്പോട്ട് ചെയ്ത സ്ഥലത്ത് അവർ നേരത്തെ നാവികസേന സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആ ലോറിയുടെ തടി കെട്ടിയിട്ടുള്ള കയറ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു ഡീപ്പ് ഡൈവിംഗ് നടത്തണമെങ്കിൽ അവർക്ക് ഈ മണ്ണും കല്ലും നീക്കം ചെയ്യണം. അത് ഡ്രഡ്ജർ ഉടൻ എത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ ഡ്രഡ്ജർ ഉടൻ എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള പ്രതികരണമാണ് ആ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപേ കരക്കേക്ക് കയറിയിട്ടുണ്ട്. ദൗത്യം അവസാനിപ്പിക്കുകയാണോ എന്ന സംശയമുണ്ട്. കാരണം ഇരുട്ട് മൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് SKN. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ്. ഈശ്വർ മാൽപേ കരയിലേക്ക് കയറി വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് കരയിലേക്ക് കയറി വരികയാണെന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. എന്തായാലും ഇന്ന് കാര്യമായി ഒരു വിവരവും കിട്ടാൻ കഴിഞ്ഞില്ല. ഈ തെരച്ചിൽ, അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് ഷിരൂരിൽ നിന്ന് ഇന്ന് കിട്ടിയ വിവരങ്ങൾ. നൗഷാദ് പുന്നത്തല പറയുന്നു, യൂട്യൂബിലെ ഒരു സന്ദേശമാണ്, ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് വിമാനം കയറുന്നതിൽ കൂടുതൽ ദുരിതം പേറുന്ന പ്രവാസികളായിരിക്കും. അത് ദുരിതം പേറുന്നത് വിമാന ടിക്കറ്റിൻ്റെ നിരക്ക് അവരെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുവെന്ന് നൗഷാദ് പറയുന്നു. അധികൃതർ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കണം. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ഇപ്പോൾ അല്പസമയം കഴിഞ്ഞാൽ 7 മണി മുതൽ രാത്രി 11 മണി വരെ കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് വൈദ്യുതിയുടെ ആവശ്യം കൂടുകയും എന്നാൽ വൈദ്യുതി ലഭ്യത കുറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. VA ഗിരീഷ് ടെലിഫോണിൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇതൊരു പവർ കട്ടാണ് എന്ന് പറയാമോ? SKN ഇതൊരു പവർ കട്ടാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യത ആവശ്യകത വളരെയധികം കൂടിയിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ പുറത്തു നിന്ന് വാങ്ങുന്നതിനുള്ള വൈദ്യുതിയുടെ അളവിൽ വലിയ തരത്തിൽ കുറവ് വന്നിരിക്കുന്നു, ലഭ്യത കുറവ് ഉണ്ടായിരിക്കുന്നു. കാരണം കേന്ദ്ര പൂളിൽ നിന്ന് ആവശ്യത്തിന് ഇന്ന് വൈദ്യുതി ലഭിച്ചില്ല എന്നുള്ളതാണ് KSEB ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഒരു നിയന്ത്രണം സംസ്ഥാനത്ത് ഏർപ്പെടുത്താൻ ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈകിട്ട് 7 മുതൽ രാത്രി 11 വരെയുള്ള ഈ പീക്ക് സമയമാണ്. ഈ പീക്ക് സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ ബോർഡ് നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ബോർഡ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കാരണം ഉയർന്ന വൈദ്യുതി ആവശ്യകത നിലനിൽക്കെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു നിയന്ത്രണം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് കാരണമായി പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ താപവൈദ്യുതി നിലയത്തിൽ നിന്ന് ജനറേറ്റർ തകരാറായത് കാരണം ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സ്ഥിതി ഇന്ന് വ്യത്യസ്തമാണ്. കാരണം കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വൈദ്യുതി ഇന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ബോർഡ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും വൈകിട്ട് 7 മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതിയുടെ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ KSEB ചെയ്യുന്നത്. ഓക്കെ, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. 7 മണി മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം KSEB ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി ലഭ്യത കുറയുകയും എന്നാൽ വൈദ്യുതി ചെലവഴിക്കുന്നത് കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് KSEB ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നത്.
അപ്പോൾ അല്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കറണ്ട് കാണില്ല. ഒരുപക്ഷേ ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ തന്നെ കറണ്ട് ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വീട്ടിലുണ്ടായി എന്ന് വരാം. ജഗൻ പറയുന്നു SKN പഴയതുപോലെ എല്ലാവരും കൂടെ ആക്റ്റീവായിട്ടൊന്ന് ഒത്തുപിടിക്ക്, ചാനലൊന്ന് മുന്നോട്ട് പോകട്ടെ. ചാനൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് വന്ന ബാർക്ക് റേറ്റിങ്ങിലും ഈ 24 ഒന്നാമത്തെ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ഏറ്റവും ജനപ്രീതിയുള്ള വാർത്താ ചാനലായി 24 തുടരുകയാണ്. ഇത് പ്രേക്ഷക പിൻബലം കൊണ്ട് മാത്രം ലഭിച്ച കാര്യമാണ്. പ്രേക്ഷകരുടെ പിന്തുണയ്ക്ക് നന്ദി. നമ്മളൊരു കുടുംബം പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഔപചാരികമായി നന്ദി പറയുന്നില്ല. എന്നാൽ പോലും നിങ്ങൾ ഒരുപാട് കൈ അയച്ച് 24നെ സഹായിക്കുന്നുണ്ട്. 24നകത്ത് അറിയാം നമ്മൾ അതേസമയം നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന ഈ യാത്രയിൽ നമ്മളിപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയുണ്ട്. ഒരിക്കൽ കൂടി ഇതൊക്കെ പല രീതിയിൽ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ തുടരുകയാണ്. ഇനി നമ്മൾ വയനാട്ടിലേക്ക് അതിജീവനത്തിൻ്റെ പാതയിലാണ് മുണ്ടക്കൈയും അതുപോലെ ചൂരൽമലയും. ഉള്ളെടുത്തുപോയ മേഖലകളിലെ ആദ്യഘട്ട സംയുക്ത തെരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചു. ചാലിയാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ഒരു മൃതദേഹം, അതിൻ്റെ ഭാഗമാണ്. ആ മൃതദേഹത്തിൻ്റെ ഭാഗം ഇന്ന് പുത്തുമലയിൽ സംസ്കരിച്ചു. ദുരന്തഭൂമിയിൽ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾക്കായിട്ട് ഇന്ന് അദാലത്തും സംഘടിപ്പിച്ചു. റിപ്പോർട്ട്. കഴിഞ്ഞ 30-ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ. അന്നു തുടങ്ങിയ തിരച്ചിലിന്റെ ഒന്നാം ഘട്ടമാണ് 18-ാം നാൾ പൂർത്തിയായിരിക്കുന്നത്. 2 ദിവസം നടത്തിയ തെരച്ചിലിൽ മുണ്ടക്കയിൽ നിന്നോ ചാലിയാറിൽ നിന്നോ ഒന്നും കണ്ടെത്താനായില്ല. ഇതിനു പിന്നാലെയാണ് ജനകീയ തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനമായത്. ഇനി മുന്നിലുള്ള പ്രധാന കടമ്പ പുനരധിവാസമാണ്. ദുരിതബാധിതരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനുള്ള ശ്രമമാണ് ഊർജിതമായി നടക്കുന്നത്. ഇതിനോടകം 300ഓളം വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. ദുരന്തത്തിനിരയായി അതിന്റെ വലിയ നഷ്ടങ്ങൾ കോറിക്കൊണ്ട് ജീവിക്കുന്നവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കേണ്ട ഘട്ടമാണ്. അതിലും മാതൃകാപരമായി തന്നെ ആ ദൗത്യം ഏറ്റെടുക്കാൻ നാടിന് കഴിയുമെന്നുള്ളതാണ്. ഓഗസ്റ്റ് 20-നകം ബാക്കി വാടക വീടുകൾ കണ്ടെത്താനാണ് നീക്കം. സഹായധനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം 2 ദിവസത്തിനകം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അവിടെ ഉള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാ സാന്നിധ്യത്തിൽ, ഗവർണറുടെ എല്ലാ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി വളരെ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തതാണ്. കേരളം ആ കണക്ക് കൃത്യമായി ഈ മഴ തോർന്നതിന് ശേഷം ആ കണക്ക് കൃത്യമായി തയ്യാറാക്കി കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ആദ്യഘട്ടത്തിലെ മെമ്മോറാണ്ടം കേരളം സമർപ്പിക്കുകയും ചെയ്യും. രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്നതിനായി മേപ്പാടി സ്കൂളിലെ ക്യാമ്പിൽ പ്രത്യേക അദാലത്ത് നടന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ ബാങ്കുകളുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ഉരുൾപൊട്ടലിന്റെ കാരണം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഭൗമശാസ്ത്ര വിദഗ്ധ സംഘം വിശദമായ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. 124 പേർ ഇപ്പോഴും കാണാമറയത്താണ്. മനുഷ്യാന്തസ്സിന് ചേരുന്ന ഒരു സംസ്കാരം ഒരുക്കണമെന്ന പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം കൂടിയാണ് അറ്റുപോകുന്നത്. ദുരന്തം ബാക്കിയാക്കിയവർ പതിയെ അതിജീവനത്തിലേക്ക്. അതിനുള്ള കരുത്ത് അവർക്കുണ്ടാകട്ടെ. അവരെ ചേർത്ത് പിടിക്കാൻ ഈ നാടാകെയുണ്ട്. ടീം 24 വയനാട്. കൂടുതൽ വിവരങ്ങളുമായി കൽപ്പറ്റയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിപിൻ സി വിജയൻ, ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് എന്താണ്? SKN 18 ദിവസമായി നടന്ന സമാനതകളില്ലാത്ത സംയുക്തമായിട്ടുള്ള തിരച്ചിൽ ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ കുടുംബങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടാവുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും ഈ ഒരു തിരച്ചിൽ ഉണ്ടാവുക. അതിനായിട്ടുള്ള ഒരു പ്രത്യേക ടീം, പ്രവർത്തകർ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്നുള്ളത്, അവിടെ മാറി മറിയുന്ന ഒരു കാലാവസ്ഥയെക്കുറിച്ചാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ മുണ്ടക്കൈയിൽ മഴ പെയ്യുകയാണെങ്കിൽ ചൂരൽമലയിൽ വെയിലായിരിക്കും. അങ്ങനെ ഒരു മാറി മറിയുന്ന കാലാവസ്ഥ കൂടി ഒരു പ്രതികൂലമായി ആ പ്രദേശത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒപ്പം അവിടേക്ക് തിരിച്ച്, അവിടെ വീടുള്ള ആളുകൾ അവിടേക്ക് തിരിച്ചു പോകാനുള്ള അവിടുന്ന് സാധനങ്ങൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സേഫും അതുപോലെ തന്നെ അൺസേഫുമായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൗമശാസ്ത്ര വിദഗ്ധരായിട്ടുള്ള ജോൺ മാത്തായി റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ആ കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളതുമാണ്. DNA ടെസ്റ്റിന് 401 DNA ടെസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫലമാണ് ഇനി വരാനുള്ളത്. അത് വന്നാൽ മാത്രമായിരിക്കും ഇപ്പോൾ തിരിച്ചറിയാനുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നതിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഇനി ഉണ്ടാവുകയുള്ളൂ.
ഉള്ളൂ. പുനരധിവാസത്തെക്കുറിച്ചാണ് ഇനി പ്രധാനമായും ഇവിടെ ചർച്ച നടക്കുന്നത്. ഈ പുനരധിവാസത്തിൽ തന്നെ ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയ വീടുകൾ 20-നുള്ളിൽ തന്നെ പരമാവധി ആളുകളെ വാടക വീടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതല്ലാതെ തന്നെ സ്വമേധയാ ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകൾ കണ്ടെത്തി പോകുന്നുണ്ട്. അതിന് 6000 രൂപ നൽകും എന്നുള്ളതും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്കും ആളുകൾ സ്വന്തം തിരഞ്ഞുകൊണ്ട് തന്നെ വാടക വീടുകളിലേക്ക് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. അവരുടെ രേഖകൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അദാലത്തുകളാണ് ഓരോ ദിവസവും ഇനി അങ്ങോട്ടേക്ക് നടക്കാനുള്ളതും ഇപ്പോൾ നടന്നതും. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ സർക്കാരിന്റെ പണം വരുന്നത്. അതിൽ ഈ ദുരിതാശ്വാസ നിധിയിൽ അടക്കമുള്ള പണം വരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അത് ഇല്ലാത്ത ആളുകൾക്ക് അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദാലത്ത് നടന്നു. പരമാവധി ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഇതിനോടകം തന്നെ സർക്കാരിന്റെ ആദ്യ ഗഡുവായിട്ടുള്ള 10000 രൂപ ഏകദേശം 400 ആളുകൾക്ക് കൊടുത്തു എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ ഇതിനോട് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി അത് കൊടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി 6 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും ലഭിക്കാനുണ്ട്. ഇതും ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും. രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ അദാലത്ത് നടക്കുന്നുണ്ട്. ഈ വാടക വീടുകളിലേക്ക് പോകുന്നവർക്ക് സാധന സാമഗ്രികൾ, അവിടെ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വേണം. അവ ശേഖരിക്കുന്നതും മേപ്പാടിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുക. മരണപ്പെട്ടവരുടെ രജിസ്ട്രേഷൻ നടപടികളും മേപ്പാടി പഞ്ചായത്തിലായിരിക്കും. ഒപ്പം ഇനി ഏറ്റവും കൂടുതൽ വയനാട് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പാക്കേജ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 2 ദിവസത്തിനകം തന്നെ അതിൽ വിശദമായിട്ടുള്ള മെമ്മോറണ്ടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ L3-യിൽ അത് പെടുത്തുമോ, ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുമോ, എത്ര 2000 കോടി രൂപയോളം വരുന്ന പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതായിരിക്കും. അത് പുനരധിവാസത്തിന് ആക്കം കൂട്ടും എന്നുള്ളത് തന്നെയാണ് നിലവിലെ ഒരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം തന്നെ അവരുടെ പുനരുജ്ജീവനവും അതുപോലെ തന്നെ പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് പേര് ആ ഭാഗത്ത് ജോലി ചെയ്തിരുന്നു. അവരുടെ ജോലി മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു സംശയം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ കൂടി ഒരു നിവാരണം കാണും എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഷിരൂരിൽ നിന്ന്, അവിടെ ഈ ഗംഗാവലി പുഴയിൽ വലിയൊരു ലോകഭാഗം കണ്ടെത്തി എന്നുള്ള വാർത്ത വരുന്നു. അരുൺ പൂപ്പറമ്പ് തത്സമയം വീണ്ടും ചേരുന്നു. അരുൺ, എന്താണ് ഈ ലോകഭാഗം? ലോറിയുടെ ഏതെങ്കിലും ഭാഗമാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? നമുക്ക് കിട്ടുന്ന വിവരം എന്താണ്? SK നേരത്തെ തന്നെ ഈശ്വർ മാൽപേ അദ്ദേഹത്തിന്റെ ഉച്ച വരെയുള്ള തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു ലോഹഭാഗം കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹത്തിന് ദൃശ്യമായിരുന്നുവെന്ന് ഈശ്വർ മാൽപേ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം അത് പുറത്ത് കരക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ അദ്ദേഹം ചില തടസ്സമായുണ്ടായിരുന്ന മരത്തിൻ്റെയൊക്കെ ഭാഗങ്ങൾ, അവശിഷ്ടങ്ങളൊക്കെ ആദ്യം ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മുകളിലേക്ക് കയറ്റി. അതിനുശേഷമാണ് നിലവിലിപ്പോൾ ഈ വലിയ കുറച്ചുകൂടി വലിപ്പമുള്ള ലോഹ ഭാഗമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ കരക്ക് കയറ്റിയിട്ടുള്ള അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള കയറിൻ്റെ കൂടുതൽ ഭാഗങ്ങളും നിലവിലിപ്പോൾ ഈ നാവികസേന സ്പോട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കയറിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ അല്പസമയത്തിനകം ഈ ഈശ്വർ മാൽപേ സംസാരിക്കുന്നതാണ്. ഈശ്വർ മാൽപേ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും. അദ്ദേഹമാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. നേരത്തെ ഉച്ചക്ക് നമസ്തേ എല്ലാവർക്കും കേരളക്കാർക്ക് എല്ലാവർക്കും നന്ദി. എന്താ പറഞ്ഞ ഇന്ന് കാലിനെന്ന് നിങ്ങൾ നോക്കിയിരുന്നു ഒരുപാട് മല വന്ന് അത് ഒന്നും ഞങ്ങൾ നോക്കാതെ ഞങ്ങൾ 3 പേര് ഡൈയർ കീഴെ ഇറങ്ങി. എന്താ പറഞ്ഞാൽ ഇവിടെ കാലിലെ വരുന്ന സമയത്തിൽ ഒരുപാട് വെള്ളം റെഡായിട്ട് കെമ്പായിട്ട് 0 പോസിറ്റി ആ ಥರ ഒരുപാട് കത്തലിരുന്ന് ആ കീഴെ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്നാക്കി ഇന്ന് 2 പേര് ജഗന്നാഥ് മീൻ ലൊക്കേഷന് അവിടെ ജീവന്തമായി പിടിക്കാൻ നമ്മൾക്കായില്ല. ഇപ്പോൾ വണ്ടി ഉള്ളിൽ അർജുനുണ്ടെങ്കിൽ ഒരു വണ്ടി തേടാൻ പോയി. എന്താ പറഞ്ഞാൽ ലൈറ്റ് ഇട്ടേ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ പർഷ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയി. ആ സമയത്തിൽ 3 മര കെട്ടി ആ മരക്കിൽ പിന്നെ ഞങ്ങൾ കയറ് കെട്ടി വെള്ളത്തിൽ മേലെ വലിച്ച്. ആ സമയത്ത് ഒരു വലിയ കമ്പി കെട്ടി ഈ കമ്പി അടിയിൽ എന്നാലും അടയാളം കിട്ടുമോ നോക്കുന്ന സമയത്തിൽ ഒരു 10-15 ഫീറ്റ് കമ്പി കിട്ടിയ. പിന്നെ ആ കയറ് വലിക്കുന്ന സമയത്തിൽ ഒരുപാട് ഒരു 50 മീറ്റർ അർജുൻ്റെ വണ്ടിൻ്റെ റോപ്പ് കിട്ടി, കയർ കിട്ടി. ആ കയറ് ആ മുതലേക്ക് കേട്ട സമയത്തിൽ അവർ ചൊല്ലി ഇത് നമ്മളത്തെ റോപ്പ് സുമാർ 50 മീറ്റർ ആവും. ഒരുപാട് കയർ കിട്ടി. നമുക്കിപ്പോൾ ഒരു പോയിൻ്റ് ആയി ഏത് സ്ഥലം. അപ്പം നമ്മൾ നാളെ കാലിൽ
വെള്ളം കുറച്ച് തെളിയ അതേ സ്ഥലത്തിൽ പോയിട്ട് മണ്ണെടുക്കാൻ ഞങ്ങൾ സാമാനം കൊണ്ടുവരും നമ്മ MLA സാർക്ക് ചൊല്ലിട്ട് പിന്നെ ഞങ്ങൾ സർ ഇത് അർജുൻ്റെ ട്രക്കിൻ്റെതല്ലല്ലോ ഇത് അർജുൻ്റെ ട്രക്കിൻ്റെ അല്ല, ഇത് വേറെ ഏത് ബണ്ടിൻ്റെ ഇപ്പോൾ മേലെ വന്നതിൽ മുനാഫ് അവർ ചൊല്ലിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ നാളെ കാലില് വെള്ളം കമ്മിയായ ഇന്ന് കയറ് കിട്ടിയല്ല അതേ സ്ഥലത്തിൽ ഒരുപാട് കയറ് ഇപ്പോൾ നിന്നെല്ലാം കൊഞ്ച കയറ് കിട്ടി, ഇന്ന് ഒരു 50 മീറ്റർ കയറ് കിട്ടി അതിൻ്റെ അതേ സ്ഥലത്തിൽ ഒരു മാർക്കാക്കി നാളെ കാലില് അവിടെ മണ്ണ് തോടണമെന്ന് വ്യവസ്ഥ பண்ணணும்னு മുതലാളിക്ക് കണ്ടിപ്പോൾ നാളെ ഇപ്പോൾ ഒരുപാട് മഴ പറഞ്ഞുണ്ട്, ഒരുപാട് റെഡ് ഒരുപാട് ബുദ്ധിമുട്ടാവും നമുക്ക്. എന്ന് പറഞ്ഞാൽ മണ്ണ് മാറ്റിയില്ലെങ്കിൽ വണ്ടി കാണില്ല. ഇപ്പം നമുക്കിപ്പോൾ കയറ് എവിടെ കിട്ടി ആ സ്ഥലത്തിലെല്ലാം മണ്ണ് മാറ്റണം. ആ മണ്ണ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇത് വണ്ടി നോക്കാനാവും. ഇല്ല നമ്മളിപ്പോൾ എപ്പോൾ ഒരു 10 ദിവസങ്ങളിൽ നാം ഇവിടെ തന്നെ നിൽക്കിട്ട് വിലയാക്കും. ഈ ജില്ല കയറുകൾ ഈ തെരച്ചിലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അത് നമ്മുടേതാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കിട്ടിയ അതേ അതിന്റെ ബാക്കിയുള്ള ഭർത്താവ് ജിതിൻ ഇപ്പോൾ സംസാരിക്കുന്നു. എന്റെ തത്സമയ സംപ്രേഷണം അത് നമ്മുടേതാണെന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നേരത്തെ കാണാതെ പോയൊരു ടാങ്കറിൻ്റെത് മറ്റാണോ എന്നാണ് സംശയം. സാധ്യത അതാണ്. ഏത് വാഹനത്തിന്റെ ഉറപ്പില്ല, പക്ഷേ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ അതെല്ലാം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ രാവിലെ ഒരു ലോഹഭാഗം കിട്ടിയിരുന്നു, അതും അർജുൻ്റെതല്ല? അല്ല, അതും നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ മഞ്ഞ പെയിന്റ് അടിച്ചതായതുകൊണ്ടാണ്? അതെ, അർജുന്റെ വാഹനത്തിൽ വെള്ളയും പച്ചയും ഒരു ചുവപ്പ് കളറും മിക്സ് ആയിട്ടുള്ള ബോഡി പാർട്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് അത് അപ്പോൾ തന്നെ നമ്മൾ കണ്ടപ്പോൾ തന്നെ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശ്വർ മാൽപേ സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ അതിൻ്റെ തത്സമയ ലോറി ഡ്രൈവറും ലോറിയുടെ ഉടമ മനാഫാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിന് തത്സമയം ഇതിൻ്റെ ഉള്ളിൽ എത്ര ലോറി ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10, 25, 30 സാധനങ്ങൾ വന്നു കഴിഞ്ഞ്. അതൊക്കെ ഓരോ ലോറിൻ്റെ ഓരോരോ ചെറിയ പാർട്സുകളാണ്, ഭാഗങ്ങളാണ്. അതായത് ആ ലോറി എന്തായാലും ചിതറിക്കണ്. ആ ചിതറിയതാണ് കാണുന്നത്. ഇതുവരെ ഇപ്പം ഇന്നിപ്പോൾ വലിയൊരു കയറ് വലിച്ചു കയറ്റി ഈശ്വർ മാൽപേ. ആ കയറ് നമ്മളതാണ്. ബാക്കിയുള്ള ഇപ്പം കയറിക്കൊണ്ടിരിക്കണ ഇന്നിപ്പോൾ ഒരു 10-15 ടൈപ്പ് പാർട്സുകൾ വന്ന് ഒന്നും നമ്മളതല്ല. ഒന്നും ഒരു ഐഡിയ ഇല്ല. എത്ര വാഹനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും ഐഡിയ ഇല്ല. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടോ ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഇവരതിനെ അലക്ഷ്യമായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. കാരണം തന്നെ എന്തൊക്കെ ഒരുപാട് സാധനം വരുന്നുണ്ട്. അതന്നെ ഇപ്പോൾ നമ്മൾ ടാങ്കർ ലോറി ഉണ്ട് പറഞ്ഞു. പക്ഷേ ഈ വരുന്ന സാധനങ്ങൾ പലതും ടാങ്കർ ലോറിൻ്റെ അല്ലാത്തതും വരുന്നുണ്ട്. ഇന്നിപ്പോൾ കിട്ടിയ ഒരു ഡോറിൻ്റെ ഒരു സൈഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കയറുള്ള ഭാഗത്ത് നിന്ന് തന്നെ ഇപ്പോൾ കയറ് ശരിക്ക് കയറ്റിയതല്ല, ആ മരം കയറ്റിയതിൻ്റെ കൂട്ടത്തിൽ കയറ് കൂടി കയറി വന്നതാ. മുന്നേ പറഞ്ഞതാണല്ലോ ഏത് ഈ മൊത്തം മല ഇടിഞ്ഞ് വന്നപ്പോൾ മലൻ്റെ മുകളിലുള്ള മരങ്ങളടക്കമാണ് വന്നിട്ട് ഇരുന്നത്. അപ്പോൾ ഈ മരങ്ങൾ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നേവിയുടെ സോണാർ പരിശോധനയിലൊക്കെ ഈ സിഗ്നലുകളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടെത്തുന്ന ഈ പാർട്സുകളായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇത്രയും പാർട്സുകൾ ഉണ്ട്. ഇനിയും കുറേ സാധനങ്ങളുണ്ട് കയറ്റാൻ. പലതും അത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പം കണ്ട ഒരു പാർട്സ് ഉണ്ടല്ലോ നീളത്തിലുള്ള ഒരു 10 ഫൂട്ട് 15 ഫൂട്ടോളം നീളമുള്ള, അത് കയറ്റാൻ തന്നെ വലിയ പ്രയാസമാണ്. ഇതിനെന്തായാലും മറ്റേ ഡ്രഡ്ജർ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ഒന്ന് ഇവര് നമ്മളെ ഡൈവേഴ്സ് എല്ലാവരും ടയേർഡായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഷിരൂരിലെ തെരച്ചിൽ ഏതാണ്ട് അവസാനിച്ചു. അപ്പോൾ പല ലോകഭാഗങ്ങളും കരയിലേക്ക് ഈശ്വർ മാൽപേ പോലെയുള്ള മുങ്ങൽ വിദഗ്ധന്മാർ വലിച്ചു കയറ്റിയിട്ടുണ്ട്. പലതും ഈ അർജുൻ ഓടിച്ചെന്ന ലോറിയുടേതല്ല എന്നാണ് ലോറി ഉടമ മനാഫ് അല്പം മുമ്പ് പറഞ്ഞത്. ഇനിയും തെരച്ചിൽ തുടർന്നാൽ മാത്രമേ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. തെരച്ചിൽ ഇനി പൂർണ്ണമാകണമെങ്കിൽ ട്രഡ്ജിൽ വരണം. അത് തിങ്കളാഴ്ചയോടെ മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന
വാർത്താ സംഘത്തിൻ്റെ റിപ്പോർട്ട്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് പൊതുജനം കഴുതയല്ല സർ. സമീക്ഷ സ്വാമി പറഞ്ഞു TV ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ വേറൊരു ചാനലാണ് വരുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, 24 തന്നെ വരുമായിരുന്നു. ഇത് മാറ്റാൻ വല്ല വഴിയുണ്ടോ? 24 ആണെന്ന് കരുതി ആ ചാനൽ കുറച്ചു നേരം കണ്ടു, പിന്നെ മനസ്സിലായത് 24 അല്ല. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 24നെ അനുകരിച്ച് ഒരുപാട് ആളുകൾ 24ൻ്റെ അതേ കളർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കതിനകത്ത് ധാർമ്മികമായി ശരിയല്ല എന്ന് പറയാൻ നല്ലാത്ത കേസും വഴക്കും വ്യവഹാരമായിട്ട് പോയിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്. പക്ഷേ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ധാർമ്മികമായ വിശുദ്ധിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ മറികടക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കേബിൾ നെറ്റ്വർക്ക് ഒരു ലാൻഡിംഗ് പേജ് കൊടുത്തിരിക്കുകയായിരിക്കും. അത് നിങ്ങൾക്ക് മാത്രമായിട്ട് അത് മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റാവുന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ചാനലിലാണോ വീഴുന്നത് ആ ചാനലിൽ നിന്ന് നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള നിങ്ങളുടെ നമ്പർ എത്രയാണെന്ന് അതിലേക്ക് അടിച്ചാൽ പെട്ടെന്ന് മാറും. അങ്ങനെ അടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നമ്പർ കൃത്യമായി പഠിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ നമ്പറൊക്കെ കൃത്യമായിട്ട് നമ്മൾ മോർണിംഗ് ഷോയിൽ പറഞ്ഞു തരാം. നമുക്കിനി മറ്റൊരു സ്റ്റോറിയിലേക്ക് പോകാനുണ്ട് വളരെ പെട്ടെന്ന് തന്നെ. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ കൊൽക്കത്തയിലിപ്പോൾ മുൻ കോളേജ് പ്രിൻസിപ്പലിനെ, അവിടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ അവിടെ CBI ചോദ്യം ചെയ്യുകയാണ്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ഈ CBIയുടെ അന്വേഷണം തുടരുന്നത്. ഈ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ കേരളത്തിലും ഇന്ന് പ്രതിഷേധമുണ്ടായി. കേരളത്തിലെ PG ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും ഇന്ന് നടത്തിയ ഒരു പണിമുടക്ക് ഭാഗികമായിരുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും വാർഡ് ഡ്യൂട്ടിയും OPയും ഇന്ന് ബഹിഷ്കരിച്ചു. IMA നാളെ രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. CBI അന്വേഷണം തുടരുകയാണ് ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുക, സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലും യുവ ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം. KMPGAയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ PG ഡോക്ടേഴ്സ്, റെസിഡന്റ് ഡോക്ടേഴ്സ് സംയുക്തമായി പണിമുടക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർമാർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചില്ല. എന്നാൽ അത്യാഹിത വിഭാഗങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു. വി നീഡ് സേഫ്റ്റി ഇൻ അവർ വർക്ക് പ്ലേസ്, അതാണ് നമ്മുടെ ആവശ്യം. ആൻഡ് വി നീഡ് എ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഹോസ്പിറ്റൽ ഈസ് അവർ ഹോം. നമ്മൾ 24/7 അതിനകത്ത് തന്നെയാണ്. ഇത്രയും നാളും ഞങ്ങൾക്ക് അവിടെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടി എടുക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഞങ്ങൾക്കില്ല. സോ വി വാണ്ട് സേഫ്റ്റി ഇൻ അവർ വർക്ക് പ്ലേസ്. മറ്റു ജില്ലകളിലും 2 മണിക്കൂറോളം ആശുപത്രികളിൽ PG ഡോക്ടർമാർ പ്രതിഷേധിച്ചു. നാളെ രാജ്യവ്യാപകമായി പണിമുടക്കുമെന്ന് IMAയും അറിയിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയാണ് പണിമുടക്ക്. PG ഡോക്ടർമാരും നാളെ പണിമുടക്കും. സേവനങ്ങൾ നിർത്തിവെക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ ഡോക്ടർമാരും എസെൻഷ്യൽ സർവീസസ്, കാഷ്വാലിറ്റി സർവീസസ് മെയിൻറ്റെയിൻ ചെയ്യും, എമർജൻസി സർവീസസ് മെയിൻറ്റെയിൻ ചെയ്യും, ആൻഡ് എസെൻഷ്യൽ സർവീസസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത രോഗികളെ പരിചരിക്കും. ഈ ഒരു രീതിയിലാണ് ഈ സമരം രാജ്യവ്യാപകമായിട്ട് ഇന്ത്യ മുഴുവനായിട്ടും ഈ സമര നടപടികളുമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അത്യാഹിത വിഭാഗങ്ങളെയും അവശ്യ സർവീസുകളെയും പണിമുടക്ക് ബാധിക്കില്ല എന്ന് IMA അറിയിച്ചിട്ടുണ്ട്. OP ഉൾപ്പെടെയുള്ള മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും. KGMOA, KGM-CTA തുടങ്ങിയ സംഘടനകളും പണിമുടക്കിൻ്റെ ഭാഗമാകും. 24 തിരുവനന്തപുരം. കൊൽക്കത്തയിൽ അതിക്രൂരമായി ബലാത്കാരത്തിന് വിധേയമായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ പിതാവ് ആദ്യമായി 24നോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കൊൽക്കത്ത RG കോർ മെഡിക്കൽ കോളേജിൽ നേരത്തെയും മകൾ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നാണ്. മണിക്കൂറുകളോളം ഒരു ഡോക്ടറെ കാണാതായിട്ടും ആരും അന്വേഷിച്ചില്ല എന്നത് വളരെ വിചിത്രമായി തോന്നുമെന്ന് പിതാവ് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയോട് പറഞ്ഞു. ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ സംശയ നിഴലിലാണെന്ന് ഈ പിതാവ് കുറ്റപ്പെടുന്നു. ഇന്ന് മകൾക്ക് വേണ്ടി പോരാടുന്നവരെല്ലാം ഇപ്പോൾ തനിക്ക് മക്കളാണെന്ന് പിതാവ് പറഞ്ഞു. ഈ വാർത്തയുമായി ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ 40 നിമിഷങ്ങൾക്കകം ചേരും. ബൽറാം, യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിതാവ് എന്താണ് ബൽറാമിനോട് പറഞ്ഞത്?
SKN നമ്മൾ അല്പസമയം മുമ്പാണ് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ പിതാവുമായി സംസാരിച്ചത്. അദ്ദേഹം ഈ രാജ്യമെങ്ങും നടക്കുന്ന സമരത്തിൽ തനിക്ക് തന്റെ മകൾക്ക് നീതി ഉറപ്പാക്കാൻ ലഭിക്കുന്ന പിന്തുണയിൽ അദ്ദേഹം ഏറെ അല്ലെങ്കിൽ ആ ഒരു പിന്തുണ അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു ധൈര്യം തനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് പുലർച്ചെ 3 മണി മുതൽ രാവിലെ 10 മണി വരെ ഈ ഒരു ഘട്ടത്തിൽ സാധാരണ നിലയിൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനം എണ്ണം വളരെ കുറവായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ ഇത്രത്തോളം മണിക്കൂറുകൾ ഈ ഡോക്ടറെ കാണാതായിട്ട് പോലും ഒരു അന്വേഷണം ഉണ്ടായില്ല. ഒപ്പം തന്നെ പല ദിവസങ്ങളിലും മകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ആശുപത്രിയിൽ സമയം ലഭിക്കാറില്ല എന്ന് മകൾ പറയാറുണ്ടായിരുന്നു. അത്തരം ഒരു അവസ്ഥയുള്ള ആശുപത്രിയിൽ ഈ ദിവസം കൊല്ലപ്പെട്ട ദിവസം മണിക്കൂറുകളോളം മകളെ കാണാതായിട്ടും ആരും അന്വേഷിച്ചില്ല, കണ്ടെത്തിയില്ല എന്നുള്ളത് അത്യന്തം ദുരൂഹമാണ് എന്നും നേരത്തെ തന്നെ ഈ ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി മകൾ പറഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് മുഴുവനായും സംശയത്തിന്റെ നിഴലിലാണ് എന്നും ആണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമായി ഇപ്പോൾ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ തനിക്ക് പ്രതികരിക്കാനൊന്നും ഇല്ല, അതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും മകളുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരിൽ നിന്നുണ്ടായ ഈ അനാസ്ഥ, ഇത്തരത്തിലുള്ള ദുരൂഹമായ നീക്കങ്ങൾ എന്നിവ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തനിക്കൊരു മകൾ നഷ്ടപ്പെട്ടു, അതിന്റെ വലിയ വേദനയുണ്ട്. എന്നാൽ ഇന്ന് രാജ്യം മുഴുവനായി കോടിക്കണക്കിന് പേർ തന്റെ മകൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നു. അവരെല്ലാം തന്റെ മക്കളാണ് എന്നും അവരുടെ ധൈര്യത്തിലാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ഈ പ്രതിഷേധത്തെയും പിന്തുണയെയും തുടർന്നുണ്ട് എന്നും അദ്ദേഹം അറിയിക്കുന്നു. ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം ഏറെ തളർന്ന് പോയിരുന്നു. എന്നാൽ അതിൽ നിന്നും അദ്ദേഹത്തിന് ഈ ഒരു പിന്തുണ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും പോരാടാൻ ഉറച്ചു തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ വ്യക്തമാക്കുന്നുണ്ട്. പിന്തുണച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിക്കുന്നുണ്ട്. ഒപ്പം CBI അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയമായ പ്രതികരണങ്ങൾക്ക് താൻ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. SKN ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട യുവ ഡോക്ടറുടെ പിതാവ് ബൽറാം നെടുങ്ങാടിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചു. ആ പ്രതികരണം ഇങ്ങനെയായിരുന്നു. मेरा लड़की ड्यूटी में गया था, 8:10 से घर से निकले, उसको OPD था हॉस्पिटल में, OPD करके रात डाउन देना पड़ता है. वो 5-6 बज जाता है का काम करने के लिए. 5 बजे माँ के साथ बात हुआ था, फिर 11:15 का टाइम में भी माँ से बात हुआ था. वो बोला जी हम लोगों का 4 आदमी का खाना आया है, हम लोग खाना खा रहा है, आप लोग खाना खा के सो जाइए. वो ऐसे ही बात होता था. सुबह में हम घर में नहीं था, हम काम में था. लड़की मेरा माँ को उठकर माँ को फोन किया था. माँ बार बार फोन कर रहे थे, फोन रिंग हो रहा था, लेकिन कोई उस टाइम तो मेरा लड़की गुजर ही गया है. പത്തനംതിട്ട കോന്നി കല്ലേലി എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപം ഏറെ നേരം ആനക്കൂട്ടം ഭീതി പടർത്തിയെന്ന് പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് അതിൻ്റെ ഈ വാർത്തയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. AV ജയശങ്കർ കൂടി നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. ജയശങ്കർ, യഥാർത്ഥത്തിൽ ഈ വല്ലാതെ ഭീതി ഉണ്ടാക്കിയോ ജനങ്ങളിൽ ഈ കാട്ടാനക്കൂട്ടം? SKN ഈ ആനകളുടെ വരവ്, കാട്ടാനകളുടെ വരവ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ഭീതിയാണ് കുറേ നാളുകളായി സമ്മാനിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:00 കൂടിയാണ് ഈ കല്ലേലി എസ്റ്റേറ്റ് പരിസരത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വലിയ തോതിൽ കാട്ടിൽ നിന്ന് കൂട്ടമായൊരു ആനക്കൂട്ടമാണ് ഈ ജനവാസ മേഖലയ്ക്ക് സമീപം വന്നത്. ഈ ആനകൾ പ്രദേശത്ത് ഏറെ നേരം നിലയുറപ്പിച്ചു. ജനവാസ മേഖലയാണിത്. നിരവധി ഈ ലയത്തിൽ നിരവധി തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവർ പല സമയങ്ങളിൽ തൊഴിലിന് പോകുന്ന ആളുകളാണ്. ഇവർക്ക് ഈ കാട്ടാനക്കൂട്ടം നിരന്തരമായി ഇത്തരത്തിൽ പ്രദേശത്ത് ഇറങ്ങുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ വനം വകുപ്പ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും നിരന്തരമായി കാട്ടാനകൾ പ്രദേശത്ത് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജീവന് പോലും വലിയ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും വനം വകുപ്പ് മുമ്പ് പറഞ്ഞിരുന്നത് വേനൽക്കാലത്ത് കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മൺസൂൺ കാലഘട്ടമാണ്. കാട്ടിൽ പുല്ലുൾപ്പെടെ വലിയ തോതിൽ പൊട്ടിമുളച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ അപ്പോൾ പോലും
ആനകൾ കാട്ടിലേക്ക് ഇറങ്ങുന്നു. കൃത്യമായ ഒരു പരിഹാരം കാണാൻ വനം വകുപ്പിന് സാധിക്കുന്നില്ല. എന്തായാലും ഈ കല്ലേലി എസ്റ്റേറ്റ് പരിസരത്ത് ഇന്ന് ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ആരെയും ആക്രമിച്ചിട്ടില്ല. ഈ ആന ഇറങ്ങിയത് മൂലം പ്രദേശത്ത് ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായ ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണം. അവർക്ക് അവരുടെ ജീവൻ ആശങ്കയുണ്ട്. സാധാരണ മനുഷ്യരാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. അവർ അന്നന്ന് ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണ തോട്ടം തൊഴിലാളികളാണ്. ഇവരെ ശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ശ്രീരാജ് സിസിയും പറയുന്നു ഒരു കേബിൾ കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിലാണെന്ന് തോന്നുന്നു. ലാൻഡിംഗ് പേജ് ഉള്ളത് കൊണ്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ 24 കിട്ടുന്നില്ല. അങ്ങനെ ആക്കി തരാമോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ 19 കേരള വിഷനിൽ 24 ലഭിക്കുന്ന നമ്പർ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഒരു ഏത് ചാനലാണ് നിങ്ങൾ വന്നെന്നാൽ നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിച്ച് 19 അടിച്ചു മാറ്റാവുന്നേ ഉള്ളൂ. 24 തന്നെ തുടരുക. ഇതൊക്കെ ചില്ലറ വെല്ലുവിളികളൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ കടന്നു ചാടും. ഇതിലും വലിയ പ്രതിസന്ധികൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഒരേ കളർ പാറ്റേണിൽ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രമങ്ങളെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കുടുംബം പോലെ ചെറുത്ത് തോൽപ്പിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മളിതൊക്കെ എത്ര കണ്ടതല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഇനി നമ്മൾ കാണുക രാവിലെ 7 മണിക്ക് നാളെ മോർണിംഗ് ഷോയിലായിരിക്കും.